അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറാത്തുകളും അടുപ്പിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മളിൽ വന്നു പോകുന്ന ഒരു തെറ്റ് നമ്മളിൽ പലരും ചെയ്യാറുണ്ടായിരിക്കാം. പ്രഭാതത്തിന് സുബഹയ്ക്ക് ശേഷം നമ്മൾ ഉറങ്ങും. വല്ലാതെ ഉറങ്ങുന്നവരായിരിക്കും നമ്മൾ പെട്ട ചിലരും. അതുകൊണ്ട് ആ സമയത്തെ ഉറക്കം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് ബുക്കൂയിൽ ബറക്കത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് ബറക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് ആ സമയത്ത് ഉറക്കം എല്ലാവരും ഒഴിവാക്കുക. ഇനി എത്ര ഉറങ്ങണമെന്ന് നിർബന്ധമുള്ളവർ സൂര്യൻ ഉച്ചതിന് ശേഷം ഉറങ്ങുക. കാരണം നമ്മുടെ പൂർവികരിൽപ്പെട്ട പല ആളുകളും നമ്മൾ വീട്ടിൽ കൂടുതൽ കുറ്റൂശ എന്നൊക്കെ പറയും. അത് സുബഹിക്ക് വേണമെന്ന് പറയേണ്ട ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. അവർ ഷാഡി പിടിക്കാറുണ്ട് സുബഹിക്ക് നിസ്കാരത്തിന് ശേഷം തന്നെ ആയിരിക്കണമെന്ന്. പക്ഷേ നമ്മൾ ഒരു ഹൈറ് മുടക്കി ഒരു ഹൈറ് തുടങ്ങാൻ പാടില്ല. എന്നാൽ ആ കുറ്റൂശ നടക്കുന്ന പല വീടുകളിലും അന്ന് അവിടെയുള്ള സ്ത്രീകളിൽപ്പെട്ട പലരും പുരുഷന്മാരും അവിടെ സുബഹിയുടെ ജമാഅത്ത് സുബഹി നിസ്കാരം ഒന്നാകെ ഖളാ ഉള്ളവരായിരിക്കും. പലരും അറിഞ്ഞുകൊണ്ട് അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ചിലർ അതിനെ പിന്നീട് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹൈറ് മുടക്കി ഒരു ഹൈറിന് തുടക്കം കുറിക്കാൻ പാടില്ല. വീട്ടിൽ കൂടുതലുണ്ടാക്കുമ്പോൾ സുബഹിൻ്റെ സമയത്തുണ്ടാവാം, അവിടെ ജമാഅത്ത് നടത്താം. തൊട്ടടുത്ത് പള്ളികളുണ്ടെങ്കിൽ ആ പള്ളികളിൽ ജമാഅത്ത് നിസ്കരിച്ച് അതിനുശേഷം വീട്ടിൽ കൂടുതൽ നിർവഹിക്കാം. ആകത്തുക പറഞ്ഞു വന്നത്, സുബഹിൻ്റെ ശേഷമുള്ള ഉറക്കം എല്ലാവരും ഒഴിവാക്കുക. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത ആ ദുആയിൽ ആ ഉമ്മത്തിൽ നമ്മൾ പെടണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖും ഹിദായത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാം.